എം സ്വരാജ് മറ്റൊരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ LDF ഉന്നയിച്ചിരുന്ന രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആരോപണത്തിൽ നിന്ന് മാറി ഇപ്പോൾ കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് എം സ്വരാജ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ആശുപത്രിയിലേക്കുള്ള വഴി തടഞ്ഞുകൊണ്ട് റോഡ് ഉപരോധിച്ചതിന് പിന്നിൽ മറ്റു ജില്ലകളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളാണ് എന്ന നിലയിലുള്ള വിമർശനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിൽ അത്തരത്തിലൊരു ചർച്ചയും തർക്കവും ഒക്കെ നടക്കുന്നുണ്ട് എന്നാണ് എം സ്വരാജ് ഇപ്പോൾ CPIM സ്ഥാനാർത്ഥി ഇപ്പോൾ പറയുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും അല്പസമയം മുമ്പ് വന്നതാണ്. ജ്യോതികുമാർ ചാമക്കാല അന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ നേതാവാണ്. അദ്ദേഹം 24നോട് അല്പസമയം മുമ്പ് പറഞ്ഞത് പാർട്ടി നേതൃത്വവുമായി ആലോചിച്ചാണ് താൻ ആ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് ജ്യോതികുമാർ ചാമക്കാല അല്പസമയം മുമ്പ് 24നോട് പറഞ്ഞത്. നിലമ്പൂരിലേക്ക് വന്നാൽ നേതാക്കളുടെ പട തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ഇന്ന് 6 മന്ത്രിമാർ ഇവിടെയുണ്ട്, നിലമ്പൂരിലുണ്ട്. മന്ത്രി ഒ ബിന്ദു അടക്കം OR കേളു, അതുപോലെ തന്നെ വി അബ്ദുറഹ്മാൻ, അങ്ങനെ പി പ്രസാദ്, GR അനിൽ, AK ശശീന്ദ്രൻ, അങ്ങനെ 6 മന്ത്രിമാർ ഇന്ന് ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. പ്രതിപക്ഷ നിരയിലും വലിയ നേതാക്കളുടെ സാന്നിധ്യമാണെന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, K മുരളീധരൻ, PK കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ വലിയൊരു നിര ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. BJPയുടെ നേതൃത്വവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നേതാക്കളെല്ലാം എത്തി വളരെ സജീവമാവുകയാണ് നിലമ്പൂർ മണ്ഡലം. SKN. താങ്ക് യു ദിലീപ് കുമാർ.